അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അനാക്കോണ്ട ഗ്രില്ല്. പ്രകാശ് ജാവ്ദേക്കറുമായി അങ്ങ് ചർച്ച നടത്തിയെന്നും അദ്ദേഹം BJP-യിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെയുള്ള ഒരു വലിയ ആരോപണം നിര അങ്ങോട്ട് പടച്ചു വിട്ടിരിക്കുകയാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിച്ചു ചെയ്തു. അത് ഇല്ല, അയാളുടെ പ്രസ്താവനയിൽ അതില്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അത് ജീവിതം മതിയായി മനുഷ്യന്റെ മനസ്സമാനം മുഴുവൻ പോയി. യഥാർത്ഥത്തിൽ ഞാൻ ഈ മാധ്യമക്കാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ നിലവാരം കുറക്കരുത്. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിടുമ്പോൾ സ്വാഭാവികമായും മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നന്ദകുമാറും ജാവേദ്കറും അപ്പൊ പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് ജാവേദ്കർ തന്നെയാണോ എന്ന് ഞാൻ എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയത്. നേതാക്കന്മാർ നിങ്ങളൊരു പരിചയപ്പെട്ടില്ല, ഒന്ന് കാണണം, പരിചയപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ സന്തോഷം. എന്തൊരു നീചനാണ്. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ യോഗത്തിലേക്ക് പോകണം, എൻ്റെ സമയം ഞാൻ പോവാണ്. ഈ സംഭവത്തെയാണ് എടുത്തിട്ട് എന്തോ രാഷ്ട്രീയ ചർച്ച നടത്തി. എന്നിട്ട് എന്താ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാമായിട്ട് ബന്ധപ്പെടാൻ ഇങ്ങനെ വരുന്ന പുതുതായി വരുന്ന ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികം. അല്ലേ, ഞാൻ BJP-യിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഉണ്ടാക്കിയത്. സുധാകരൻ BJP-യിലേക്ക് പോകാൻ RSS-ലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ അറിഞ്ഞെല്ലാം കൂടി പിടിച്ചുകൊണ്ടെന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നെയാണ്. അങ്ങനെ തയ്യാറെടുത്ത് പോയിട്ടുള്ള ആളാണ് സുധാകരൻ. പാപിയുടെ കൂടെ ശിവൻ കൂടിയാ ശിവനും പാപിയായിടുന്നു. ആയിട്ടില്ല. സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ വാ തുറന്നാൽ വിടുവായിത്വമല്ലാതെ പറയാൻ അദ്ദേഹത്തിന് അറിയില്ല.